അപ്പോൾ നമ്മൾ ഇന്നൊരു ഓട്ടോമോട്ടീവ് ടിപ്പുമായിട്ട് ഞാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാധനം കണ്ട, ഇതെന്താണെന്ന് മനസ്സിലായാ? ഇതാണ് ചേതക്ക് സ്കൂട്ടറിൻ്റെ ഓയിൽ സീൽ. അതായത് നമ്മളെ ബ്രേക്ക് ഡ്രമ്മിൻ്റെ ഉള്ളിൽ ഇത് വരുന്നത്. അപ്പോൾ ഇതില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡ്രമ്മിലേക്ക് ഓയിൽ കയറിയിട്ട് ബ്രേക്ക് കിട്ടാണ്ടാവും. അപ്പോൾ ഇതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ടാന്ന് ഞാൻ. അപ്പോൾ ഇത് മാറ്റുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ ഇതിൻ്റെ ബ്രേക്ക് ഡ്രം അയക്കണ്ടെങ്കിൽ ഇതൊന്ന് കിടത്തി വെക്കണം വണ്ടി. അതായത് ഒരാളെ ഹെൽപ്പില്ലാണ്ട് ചെയ്യേണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കസേര കൊണ്ടുവച്ചിട്ടുണ്ട്. കസേര ഇതിന് കണക്കായിട്ട്, അതായത് ഇതിൻ്റെ ഒരു ഹാൻഡിലിന് കണക്കായിട്ട് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ചെരിച്ച് വെക്കാൻ വേണ്ടി പറ്റും വണ്ടി. ഇതായി ഇതുപോലെ വെച്ചാൽ കൃത്യമായിട്ട് അവിടെ വണ്ടി നിന്നോളാം. അപ്പോൾ ഇങ്ങനെ കിടത്തി വെച്ചതിന് ശേഷം നമ്മൾ ഈ വണ്ടി ഈ ബോൾട്ട് അയക്കണ്ടെങ്കിൽ ഇതിനെ സ്റ്റക്കായി കിടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീലൊന്നും ഇങ്ങനെ തിരിച്ചതിന് ശേഷം ഇതിൻ്റെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് വെച്ചാൽ അവിടെ ലോക്കായി കിടന്നോളൂ. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഈ സാധനങ്ങൾ വേണ്ടത് ഒരു പ്ലെയർ, മുട്ടി, പിന്നെ ഇതിൽ നിന്ന് 22-ൻ്റെ ഒരു സ്പാൻഡർ. 22-ൻ്റെ ഒരു സ്പാൻഡർ അത്രയേ വേണ്ടു. ഇത് 22-ൻ്റെ ഒരു സ്പാനർ, അതായത് ബോക്സ് സ്പാനർ. അതാണ് കാര്യമായിട്ട് വേണ്ടതുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അയക്കാം. ഇത് ശരിക്കും വേണ്ടത് ഒരു ക്വാർട്ടർ പിന്നാണ്. ഇപ്പോൾ തൽക്കാലം അധികം എല്ലാവരും ചെയ്യുന്നത് ഈ ആണി വെച്ചിട്ട് അതിൻ്റെ ലോക്ക് ചെയ്യുന്നത്. ഈ ഒരു ബോൾട്ട് അയച്ചിട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇങ്ങോട്ടേക്ക് വരും. ഇപ്പം തന്നെ കാണാം ഓയിൽ സീല് പ്രശ്നമായതുകൊണ്ട് കുറച്ച് ഓയിൽ പുറത്തായിട്ടുണ്ട്. ഡ്രമ്മിലേക്ക് ചെറുങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അധികം ബുദ്ധിമുട്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ ഇത് പ്രശ്നമായതുകൊണ്ട്, ഈ സാധനം കിട്ടാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു ഐഡിയ ചെയ്തിട്ടുണ്ട് ഇതിൽ. അതായത് ഒരു റബ്ബറിൻ്റെ ഒരു ചെറിയ പീസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിന്. അത് ഞാനിപ്പോൾ തൽക്കാലം അയച്ചെടുക്കാം. കാരണം പുതിയത് വാങ്ങിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇപ്പം കൂടുതൽ വരാത്തത്. അല്ലെങ്കിൽ ശരിക്കും ഡ്രമ്മിൽ മുഴുവനായിട്ട് ഇത് പരന്നിട്ടുണ്ടാവും അതിൽ. അപ്പോൾ ഇത് മാറ്റിത്തരാം. പഴയ ഓയിൽ സീൽ എടുക്കാൻ വേണ്ടി ഒരു സ്ക്രൂ ഡ്രൈവറും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കാര്യം. പഴയ ഓയിൽ സീൽ കുറച്ച് തഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റിയിട്ട് ഈ പുതിയത് ഇടാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ തിരിച്ച് അതേപോലെ നെട്ട് ഇവിടെ ഇടുക. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ആർക്കും മാറ്റാൻ പറ്റും ഓയിൽ സീൽ. ഓയിൽ സീൽ മാറ്റി. അപ്പോൾ അതിനുശേഷം എന്താക്കണം, ഇത് ന്യൂട്രലിലേക്ക് മാറ്റണം. ഇപ്പോൾ ന്യൂട്രലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെരിച്ച് വെച്ച സ്ഥിതിക്ക് സ്റ്റാർട്ടിങ്ങിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ എണ്ണ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെരിച്ചിട്ടത്. നേരത്തെ വെച്ചതിന് ശേഷം എണ്ണ ഓണാക്കാതെ തന്നെ 2-3 പ്രാവശ്യം ചവിട്ടിയാൽ സ്റ്റാർട്ടാവും. ഇങ്ങനെ സ്റ്റാർട്ടായതിനു ശേഷം എണ്ണ ഓൺ ചെയ്യുക. എണ്ണ ഓൺ ചെയ്തിട്ട് കുറച്ച് ബേസ് ആയാൽ വണ്ടി ക്ലിയർ ആയി. ഇനി നമുക്ക്
നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഞാനൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ബ്രേക്ക് എങ്ങനെയുണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓയിൽ സീൽ മാറ്റുന്ന ഈ ഒരു വീഡിയോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ആ ഒരു ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വിത്ത് ശ്രീലേഷ്. ബൈ.